ഇനി കുറച്ച് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ടപ്സിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഷ്റൂം കൾട്ടിവേഷൻ. നമ്മളെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മഷ്റൂം കേൾക്കുമ്പോൾ തന്നെ മിക്ക ആൾക്കാർക്കും അറിയാതെ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് വരെ അറിയാം. പക്ഷെ ഈ മഷ്റൂമിന് ബൈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും നിങ്ങൾ? മഷ്റൂമിന് ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. മഷ്റൂം നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തു, ഹാർവെസ്റ്റ് ചെയ്തു, ബിസ്ക്കറ്റ് ഉണ്ടാക്കി, കഴിച്ചു, അച്ചാർ ഉണ്ടാക്കി, പിക്കിൾ ഉണ്ടാക്കി, എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ആ ബൈ പ്രൊഡക്റ്റ് നമുക്ക് കമ്പോസ്റ്റിംഗ് ആയിട്ടും പാക്കിംഗ് ഇൻഡസ്ട്രി ഉണ്ടാവും. ആദ്യത്തെ ഫസ്റ്റ് മഷ്റൂം പാക്കിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പാക്കിംഗ് ഇൻഡസ്ട്രി. ഇപ്പൊ ഡ്രൈയിങ് ടെക്നോളജി വരുന്ന അനുസരിച്ച് ഇപ്പൊ സൺ ഡ്രൈയിങ് ഒരുപാട് ടെക്നോളജി വരുന്നുണ്ട്. ഇപ്പൊ ആലപ്പുഴ മേഖലയാണെങ്കിൽ എരമല്ലൂർ ഭാഗത്തുണ്ട്, പിന്നെ എന്താണ് കായംകുളം, എല്ലാം മിക്ക ഹൈവേ സൈഡിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് ഡ്രൈയിങ് ടെക്നോളജി ഒരുപാട് ഫ്ലോറിഷ് ചെയ്യുന്ന സമയമാണ് ഇപ്പൊ. ഡ്രൈയിങ് യൂണിറ്റ്സ് ഉണ്ട്. എന്താണ് അയൽക്കൂട്ടത്തിൽ വരെയും ഡ്രൈയിങ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഡ്രൈയിങ് യൂണിറ്റ്സിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മഷ്റൂമിൽ നിന്നും ഉണ്ടാക്കുന്ന ആ ഇതുണ്ടല്ലോ, ആ ബാഗ് ഉണ്ടല്ലോ, ആ ബാഗിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഡ്രൈ ചെയ്തിട്ട് അത് ഒരു പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് മാറ്റണം. ഹൈഡ്രോളിക് പ്രഷർ കൊടുത്തിട്ട് പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് മാറ്റണം. അല്ലെങ്കിൽ അത് പൊടിച്ചിട്ട് അത് കമ്പോസ്റ്റ് ആയിട്ട് മാറ്റാം. അത് മഷ്റൂമിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് താഴെ നോക്കിക്കേ, കോൺ സ്റ്റാർച്ച് പാക്കിംഗ്. എന്താണ് കോൺ സ്റ്റാർച്ച്? കോൺ അറിയാലോ നിങ്ങൾക്ക്, ചോളത്തിന്റെ അതിന്റെ സ്റ്റാർച്ച് അറിയാലോ. അത് ഭയങ്കര നമുക്ക് ഒരുപാട് തിക്കനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് വെച്ചിട്ട് എന്തെല്ലാം മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ എടപ്പള്ളിയിൽ ഒരു ഫാം അല്ല, ഒരു കടയുണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ എക്കോ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള കപ്സ്, പണ്ട് ഈ പാളയിലൊക്കെ വരുന്നില്ലേ, പാളയിൽ നമുക്ക് പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പാളയിലുള്ളത്. പക്ഷെ പാളയിൽ ഒരുപാട് ഫംഗൽ അറ്റാക്ക് വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും വേർപെട്ടിട്ടുള്ള ഒരെണ്ണമാണ് നമ്മുടെ ഈ കോൺ സ്റ്റാർച്ചിന്റെ പ്രൊഡക്റ്റ്. കോൺ സ്റ്റാർച്ച് എന്ന് പറയും. കോൺ സ്റ്റാർച്ച് പ്രോഡക്ട്സ് ഉണ്ട്, അതായത് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഉണ്ട്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ പ്രോഡക്ട്സ് ബയോഡിഗ്രേഡബിൾ ആണ് കോൺ സ്റ്റാർച്ച് പ്രോഡക്റ്റ്. ഗ്ലാസുകള്, പാത്രം, എല്ലാ കാര്യങ്ങളും പാക്കിംഗ് ഉണ്ടാവും. കോൺ സ്റ്റാർച്ച് പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. കണ്ടോ സ്പൂണുകൾ, ഞാനൊരു ഇത് കണ്ടതിൽ സ്പൂൺ നമുക്ക് കഴിക്കാം, എഡിബിൾ സ്പൂണുകൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ കയറ്റുക, ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്നുള്ള കാര്യം കയറ്റുക. ഇതിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഇന്ത്യ മാർട്ട് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, കണ്ടോ? ഇന്ത്യ മാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ ആൾക്കാർ പോയിട്ട് ഇത് ബൾക്കായിട്ട് ഓർഡർ ചെയ്യും, എന്നിട്ട് ഇത് റീറ്റെയിൽ ആയിട്ട് സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യ മാർട്ട് അതൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഒരുപാട് എന്താ പറയാ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സിലേക്കാണ് ആളുകൾ ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിലുള്ള പ്രൊഡക്റ്റ്, അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഇപ്പം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആമസോൺ എടുക്കുക, ആമസോണിൽ എന്താ കാണുന്നുണ്ടോ? ഒരു കുപ്പി 25 സെറ്റ് കോൺ സ്റ്റാർച്ചിന് 200 രൂപ. അപ്പം 8 രൂപ പെർ കൗണ്ട്. കണ്ടോ? അപ്പൊ ഇതിന്റെയൊക്കെ ഔട്ട്ലെറ്റ് എവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എടപ്പള്ളി ഭാഗത്ത് ഒരാൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള കുറെ, ഒരു ഇനീഷ്യേറ്റീവ് തന്നെ എടുക്കരുത്, പല ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഇത് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ മൂന്നാമത്തെ പടം നോക്കിക്കേ. ഇതെന്താണെന്നറിയാം, ഈ കോൺ സ്റ്റാർച്ച് തന്നെ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കോൺ സ്റ്റാർച്ച് പീനട്ട് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഇപ്പം മൊത്തം ഈ ഇതാണല്ലോ, എന്താണ് പാക്കിംഗ്. ഇപ്പം നമ്മളിപ്പോ ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ അതിൽ പാക്കിംഗ് റബ്ബർ റാപ്പർ എന്ന് കേട്ടിട്ടില്ലേ? ഈ ഇങ്ങനെ റബ്ബർ, ഇങ്ങനെ ബബിൾ റാപ്പർ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബബിൾ റാപ്പർ. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചാലും നമുക്ക് ഇതുപോലെ ഒരു ബോക്സിൽ ആക്കി തരും. കാണാൻ പറ്റുന്നതാണ്, ബോക്സ് ആക്കി തരും. ഇതുപോലെ ബോക്സിലാക്കി തരുമ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് വെക്കുന്നത് ബബിൾ റാപ്പറാണ്, അല്ലെ? ഈ റാപ്പറിന് പകരം തെർമോക്കോളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ അതൊന്നും എക്കോ ഫ്രണ്ട്ലി അല്ല. അപ്പൊ അതിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഈ കോൺ സ്റ്റാർച്ച് എന്ന് പറയുന്ന പെബിൾ പോലെ ഇരിക്കും, കോൺ സ്റ്റാർച്ചിന്റെ പെബിൾസ്. കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ കോൺ സ്റ്റാർച്ചിന്റെ പെബിൾ.
ഉണ്ടോ? ഇനിയുള്ളതാണ് ഇല എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഇല എന്ന് പറഞ്ഞത് അതെന്താണ്? ഒരു വീട്ടിലേക്കുള്ള ഗ്രീൻ ലീഫി, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ഇലവർഗ്ഗങ്ങളിൽ പെടുന്ന ചെടികള് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചുവന്ന ചീര, പച്ച ചീര, പാർസ്ലി, ബ്രൊക്കോളി, അങ്ങനെയുള്ള ഇല എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. കണ്ടോ? അറിയില്ല. ഇല എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഇപ്പൊ സോപ്പ് ബിസിനസ് ചെയ്യണവരുണ്ട്. ആ സ്റ്റാർട്ടപ്പിൽ അവർ പറയണത് എന്താണ്? അവരെല്ലാം ഒരു വീട്ടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തക്കാളി അങ്ങനെയല്ല, ഇലകൾ മാത്രം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മാത്രം അതിൽ ഉൾപ്പെടുത്തുള്ളൂ. അതാണ് ഒരു ബാഗിലാക്കിയിട്ട് ഇല എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ഇത് എന്താ ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് ആണ്. അപ്പൊ ഈ മിക്ക കുട്ടികളും, അതായത് ഇപ്പോഴത്തെ പുതിയ തലമുറ ഈ ഒരു പ്രിസിഷൻ അഗ്രികൾച്ചറിലേക്കാണ് മാറുന്നത്. അതായത് ഹൈഡ്രോപോണിക്സ്, പിന്നെ നമ്മുടെ ഇതില്ലേ സാഫ്രൺ, നമ്മുടെ എന്താണ് സാഫ്രൺ, കുങ്കുമപ്പൂവിന്റെ കൃഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാഫ്രോപോണിക്സ് എന്ന് പറയണ സാഫ്രോപോണിക്സ് അറിയില്ല, നോക്കാം. സാഫ്രോപോണിക്സ് എന്ന് പറഞ്ഞ സാഫ്രോപോണിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കുങ്കുമപ്പൂവിന്റെ അതൊക്കെ ഇപ്പൊ ബിസിനസ് ലെവലിൽ വരുന്നതാണ്. കണ്ടോ? ഇതുപോലെ ചെറിയ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് അതുണ്ട്. ഇയാളുടെ സ്റ്റാർട്ടപ്പാണത്. ഈ പുള്ളിയുടെ സ്റ്റാർട്ടപ്പാണത്. സാഫ്രോപോണിക്സ് ഇൻ ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ്, ഫ്രിഡ്ജിലെ റെഗുലേറ്റഡ് ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റിയിലും നമുക്കിത് വളർത്തിയെടുക്കാം. നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഇത് വളരില്ല. ഞാൻ ഇതുപോലെ ഒരു 15 ബൾബ് മേടിച്ച്, ബൾബ് മീൻസ് സാഫ്രന്റെ ബൾബ് മേടിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടില് എല്ലുപൊടിയും പിന്നെ കുറച്ച് സാൻഡ്, സോയില് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് ചാണകം ഇട്ടു. പിന്നെ നമ്മുടെ കൊയറില്ലേ, അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, സാഫ്രന്റെ ബൾബ് അതിൽ നട്ടു. ഒരു 4-5 ചട്ടിയിൽ റെഡിയാക്കി. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെഗുലേറ്റഡ് ടെമ്പറേച്ചറിലോ റെഗുലേറ്റഡ് കണ്ടീഷനിൽ കൊടുത്തില്ലെങ്കിൽ അത് വളരില്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇടക്കിടക്ക് അതിനെ മോണിറ്റർ ചെയ്യണം. അങ്ങനെ മോണിറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇതുപോലെ സാഫ്രോണിക്സിന്റെ യൂണിറ്റ് അവൈലബിൾ ആണ്. ഇതൊരു സ്റ്റാർട്ടപ്പാണ്, ഈ പുള്ളിയുടെ സ്റ്റാർട്ടപ്പാണ്. പഴയ ഫ്രിഡ്ജിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് സാഫ്രോപോണിക് കിറ്റ് ആക്കി മാറ്റി. ഇത് പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, നമ്മളിവിടെ ഈ ഹൈഡ്രോപോണിക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഹൈഡ്രോപോണിക്സില് നമ്മുടെ പാലക് ചീര, കൊറിയാണ്ടർ, പിന്നെ ഈ പൊന്നാങ്ങണി ചീര എന്ന് പറയുന്ന കണ്ണിനൊക്കെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഇതാണ്. പിന്നെ ചീരവർഗത്തിൽ തന്നെ പെടുന്നത് മിക്കതും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഹൈഡ്രോപോണിക്സ് യൂണിറ്റിലൂടെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അതും അതിൽ ടാർഗറ്റഡ് കാണേണ്ടത് നമ്മൾ സൂപ്പർ മാർക്കറ്റ്സ് ആണ്. അങ്ങനെ പിന്നെ വരുന്ന അടുത്ത എന്റെ ഇനീഷ്യേറ്റീവ്സ് ആണ്. ഞാൻ കുറച്ചായിട്ടാണ് പറയുന്നത്, പല കാര്യങ്ങൾ ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മില്ലറ്റ് എന്ന് പറയുന്ന ഒരു ചെറുധാന്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മില്ലറ്റിന്റെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ചീരയും ചീര എന്ന് പറയുന്ന ചീരയിൽ തന്നെ വരുന്ന ഒരെണ്ണമുണ്ട്, നല്ല വലിയ അരിയുള്ളത്. അത് ആ മില്ലറ്റ് ആ ചെറുധാന്യം കാടമം എന്ന് പറയുന്നത് അറിയാലോ, നമ്മുടെ ഏലക്ക, ശർക്കര, അങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്തിട്ട് ബാറുകൾ ഉണ്ടാക്കും, പ്രോട്ടീൻ ബാറുകൾ ഉണ്ടാക്കും. അങ്ങനെ ചെയ്യണവരുണ്ട്. ഇത് നമുക്ക് ഓരോ സ്ഥലത്തുനിന്നും, അതായത് ഇന്ത്യ മാർട്ട് പോലെ തന്നെ പല സ്ഥലത്തുനിന്നും നമുക്ക് മേടിച്ചിട്ട് റീറ്റെയിൽ ആയിട്ട് ബിസിനസ് ചെയ്യാം. പക്ഷെ ഇത് ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ കാണണം. ചീരയിൽ നിന്നുള്ള വിത്ത് എടുത്തിട്ട്, ഈ ടൈപ്പ് ചീരയല്ല, ഇച്ചിരി വൈൽഡായിട്ടുള്ള ചീരയാണ്, കോഴിവാല് പോലെ ഇരിക്കുന്ന ചീര, അതിന്റെ തിരി ഭയങ്കര നീളത്തിലാണ്. ആ ചീരയുടെ സീഡ് എടുത്തിട്ട് നമ്മൾ അത് ഫ്ലോർ ആക്കും, പൗഡർ ആക്കിയിട്ട് അത് പല വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം മനോരമ പോലത്തെ ആർട്ടിക്കിളിൽ കണ്ടതാണ്, 2 കോടി അവര് വിപണനം ഇറക്കിയിട്ടുണ്ട്. ഗ്രീൻ ടീ ഹോൾ ലീഫ്. അതായത് ഇപ്പം അടുത്ത സംരംഭം പറയുകയാണെങ്കിൽ ഹെർബൽ ചായ. നിങ്ങൾ ഊട്ടി പോലത്തെ സ്ഥലത്തൊക്കെ, ഊട്ടി, മൂന്നാറ്, ഹെർബൽ ടീയുടെ കോമ്പിനേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഹെർബൽ ടീ
ഹെർബൽ ടീ നമ്മുടെ ഇതില്ലേ ശംഖുപുഷ്പത്തിന്റെ ഇല ഫ്ലവർ ഉണക്കിയിട്ട് എന്താണ് ശംഖുപുഷ്പത്തിന്റെ ഇതെന്താണ് ബട്ടർഫ്ലൈ എന്നൊക്കെ എന്തോ പറയണം, ബട്ടർഫ്ലൈ ടീ എന്ന് പറയുന്നത് ഉണ്ടോ. ശംഖുപുഷ്പത്തിന്റെ ഇത് ഉണക്കിയിട്ട് അവർ ആമസോണിൽ വിൽക്കുന്നത് കണ്ടോ. സോ അത്രയും അതിന്റെ റേറ്റ് നിങ്ങൾക്ക് കാണാം, എത്രയാണ്, എത്ര ഗ്രാം ആണെന്നൊക്കെ കാണാം. 276 പെർ 100 ഗ്രാം. ഇപ്പൊ ശംഖുപുഷ്പം മാത്രല്ല, ഇപ്പൊ റോസ്മേരി എന്ന് പറയുന്നത് അതും ഭയങ്കര ട്രെൻഡിങ് ആണ്. പിന്നെ അതല്ലാണ്ട് മസാല ചായകള്, മാങ്ങ വെച്ചിട്ട്, മാങ്ങയുടെ ഇല വെച്ചിട്ട്, മാവിന്റെ ഇല വെച്ചിട്ടുള്ളത്, മാങ്ങയുടെ തൊലി വെച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഉണങ്ങി പൊടിച്ച്, അതാ ഞാൻ പറഞ്ഞ കുറെ അയൽക്കൂട്ടങ്ങളുണ്ട്. അയൽക്കൂട്ടങ്ങളൊക്കെ ചേർന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ആണ് ഈ ഒരു അഗ്രി എന്റർപ്രൈസസിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ചീരയുടെ വിത്ത് വെച്ചിട്ടുള്ളതുണ്ട്, പിന്നെ അല്ലാണ്ട് നമ്മുടെ ഹെർബൽ ടീ ഉണ്ട്, റാഗി പൗഡർ ഉണ്ട്. അപ്പം എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും നമുക്ക് നമ്മുടെ അതിന്റെ മാർക്കറ്റ് ഏരിയ മനസ്സിലാക്കണം. ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ആ ഒരു നമ്മുടെ കേരള ഗവൺമെന്റിന്റെ തന്നെ ഒരു ഇനീഷ്യേറ്റീവ്, ആ ഡിപ്പാർട്ട്മെന്റിലൂടെ, അതായത് MOE എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ അഗ്രികൾച്ചർ മാർക്കറ്റില് ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേറ്റഡ് നേഷൻ. അപ്പം നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞില്ലേ, 7000-ഓളം സംരംഭം നമ്മുടെ സ്റ്റേറ്റിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മുടെ ഇവിടെ എവിടെയാണ്, എല്ലാ ജില്ലയിലും ഉണ്ട്. ഹോർട്ടികോർപ്പ് എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പം അത് നമ്മുടെ പ്രൊഡക്റ്റിന് എക്സ്പോയിലൂടെ മാക്സിമം എത്തിക്കാൻ നോക്കുക. നിങ്ങൾ എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു ചേമ്പായാലും ചേനയായാലും എന്താണ് മഞ്ഞളായാലും. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടത് മഞ്ഞളുടെ തൈ വിൽക്കുന്നുണ്ട്. മഞ്ഞളുടെ തൈ ലാർജ് സ്കെയിലായിട്ട് വിൽക്കുന്നുണ്ട്. പിന്നെ ഇത് എന്താണ് ചന്ദനത്തിന്റെ തൈകള്. ഇപ്പം സ്ഥലമുള്ളവർ അതൊക്കെ വെച്ച് നടത്തി ഇതാക്കാൻ നോക്കുക, ശ്രമിക്കുക. പിന്നെ മാർക്കറ്റിംഗ് ഏരിയ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കിസാൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് കാണാം. ഹോർട്ടികോർപ്പ് മിക്ക സ്ഥലത്തും ഉണ്ട്. അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് സെല് ചെയ്യാൻ എക്കോ ഷോപ്പുകളുണ്ട്. എക്കോ ഷോപ്പുകൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ മിക്ക ഏരിയയിലും എക്കോ ഷോപ്പുകളുണ്ട്. പിന്നെയുള്ള സംരംഭം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റോക്ക് ആണ്. അതായത് പോൾട്രി, കാറ്റിൽ ഫാം, മിൽക്ക് പ്രൊഡക്ഷൻ, ഫിഷിങ്, അതൊക്കെ അടുത്ത ഒരു മേഖലയാണ്. നിങ്ങൾക്ക് വെജിറ്റബിൾസ് പോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് കൂടി കിട്ടുന്നത്. ഇന്നിപ്പോ ക്ഷീര കർഷകരുടെയൊക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, മോഡേൺ ടെക്നോളജിയാണ്, മോഡേൺ അഗ്രികൾച്ചർ ടെക്നോളജിയാണ് നമ്മുടെ കൺട്രിയിൽ വരുന്നത്. അപ്പൊ ആ ടെക്നോളജി വെച്ചിട്ട് കുട്ടികൾ വരെ ഇപ്പം എന്താണ്, കുട്ടികൾ വരെയും അതിലേക്ക് ഇൻവോൾവ് ചെയ്യാണ്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയി നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഓരോരുത്തർ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒരു നിറം വരുന്നത്. സോ ഇതാണ് ഒരു ഫോർകാസ്റ്റ്, മാർക്കറ്റ് ട്രെൻഡ്സിന്റെ ഫോർകാസ്റ്റ്. എനിക്കിത് കിട്ടിയത് ഇന്ത്യൻ മാർക്കറ്റ് ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്, EMR എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടിയത്. അപ്പം ഈ ഹോർട്ടികോർപ്പ് തന്നെ കിസാൻ എന്ന് പറയുന്ന സൈറ്റും കൂടി നിങ്ങൾ നോക്കുക. പിന്നെ പറയാനുള്ളത് എന്താണ്, ബനാന, അറിയാലോ, ബനാന ഉണക്കുന്ന മെഷീനുകള്, പഴം ഉണക്കുന്ന മെഷീനുകൾ അവൈലബിൾ ആണ്. അത് നമുക്ക് മേടിച്ച് അത് ഉണക്കി അത് നിങ്ങൾക്ക് ലാർജ് സ്കെയിലായിട്ട് വിൽക്കാവുന്നതാണ്. അപ്പം ഇത് കണ്ടോ, ഇത് ആമസോണിലുള്ള ചെറിയൊരു യൂണിറ്റ് ആണ്. ഫ്രൂട്ട്സ് ഒക്കെ ഉണക്കാനോ ഡീഹൈഡ്രേറ്റിംഗ് യൂണിറ്റ്സ് ആണത്. ഇത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് തുടങ്ങാനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ആദ്യം ചെറുത് തുടങ്ങിയിട്ട് നമ്മുടെ മാർക്കറ്റ് ഏരിയ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ബിസിനസ്സിന് റേറ്റ് നോക്കുക. അപ്പൊ അത്രയും ടെക്നോളജി അത്രയും വളർന്നിരിക്കുകയാണ്. നമ്മളൊരു എക്സിബിഷൻ കൗണ്ടറിൽ പോയാലും ഒരു സ്റ്റാർട്ടപ്പിന്റെ കൗണ്ടറിൽ പോയാലും നമ്മൾ കാണുന്നത് എന്താണ്, അവിടെ മെഷീൻസ് ആണ്. പാക്കിംഗ് മെഷീൻസ്, സീവിങ് മെഷീൻസ്, വാക്യൂം ഡ്രൈയിങ് മെഷീൻസ്, അല്ലേ. അപ്പൊ ആ ടെക്നോളജി നമ്മുടെ ചെറിയ യൂണിറ്റ് ആണെങ്കിൽ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. സീലിംഗ് യൂണിറ്റ്സ്,
പിന്നെ ഒരുമിച്ച് ചെയ്യാനുള്ള ഇപ്പൊ വലിയ വിലപിടിപ്പുള്ള മെഷീൻസ് ഒക്കെ ആണെങ്കിൽ, വലിയ ഫാമിലൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് സബ്സിഡിയോടുകൂടി കുറച്ച് ഫാമുകൾ ചേർന്ന് മേടിക്കുക. ഇപ്പൊ കൺസ്യൂമറുടെ ട്രെൻഡ് എന്താണ്, അവരുടെ ആവശ്യം എന്താണ്? അവർക്ക് ഓർഗാനിക് നല്ല ശുദ്ധമായ വെജിറ്റബിൾസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഓർഗാനിക് ഫാമിംഗ് വഴി. ഇപ്പൊ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും ഓർഗാനിക് ഫാമിങ്ങിൽ ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട്. മഷ്റൂം കൾട്ടിവേഷൻ. ഫാമറുടെ നീഡ് അനുസരിച്ച്, കൺസ്യൂമറുടെ നീഡ് അനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് മാറ്റി മറിച്ചും കൊടുക്കുക. ഇപ്പൊ വെറൈറ്റി ഫാമർ എന്ന് പറഞ്ഞ കണിച്ചുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആലപ്പുഴയിൽ. അവിടെയൊക്കെ പടവളങ്ങ, കുക്കുംബർ, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക, അത്രയും കൃഷി രീതികൾ അവിടെ ഇപ്പോഴും അവിടെ ആ ഒരു ഏരിയ മാത്രമല്ല, എക്കോ ഷോപ്പുകളിലൂടെ പല ഡിസ്ട്രിക്റ്റിൽ അത് സെല്ല് ചെയ്യാണ്. അതാണ് ഒരു ശൃംഖലയാണത്, അതൊരു സപ്ലൈ ചെയിൻ ആണത്. ആ ഒരു ഇത് കൂടി നിങ്ങൾ നിങ്ങളുടെ ഇത് നോക്കുക. അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അഗ്രി ബേസ്ഡ് എന്റർപ്രൈസസ് മൂവ് ചെയ്യാണ്, സ്മാർട്ട് ഫാമിങ്ങിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുക, ആ ടെക്നോളജി നമ്മുടെ ചെറുകിട വ്യവസായത്തിൽ യൂസ് ചെയ്യുക. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ട്രെൻഡ് അനുസരിച്ച് സസ്റ്റൈനബിൾ ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്ത് നല്ല ഭക്ഷണം, നല്ല പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുക, സർവീസസ് യൂസ് ചെയ്യുക. ഓരോ കമ്പനിയും, ഇത് ഒരു പ്രൈവറ്റ് ഫേം ആണെങ്കിലും അവിടുത്തെ എന്താണ് അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എൻക്വയറീസ്, നിങ്ങളുടെ സംശയങ്ങൾ, അപ്പൊ ആപ്പിലൂടെ ആകാം. പല പല ആപ്സുകൾ അവൈലബിൾ ആണ്, പല പല സൈറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഭവനായിട്ട് ബന്ധപ്പെട്ട് നല്ല ഇനം വിത്തുകളും നല്ല ഇനം ചെടികളും നിങ്ങൾ മേടിക്കാൻ നോക്കുക. അതിൽ നിന്ന് ഫലപുഷ്ടി റെഡിയാവുക. പിന്നെ മണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ള സെന്റേഴ്സ്, RARS എന്നൊക്കെ പറയുന്ന ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ, ഇത്രയും ഫാമുള്ള ആൾക്കാരുണ്ടാവും, വീടുകളിലുള്ള ഗ്രോ ബാഗിൽ വളർത്തുന്ന ആൾക്കാരുണ്ടാവും, പല ആൾക്കാരുണ്ടാവും നമ്മുടെ ഈ ഗ്രൂപ്പിൽ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡ്രോൺ, ഇപ്പം കുട്ടനാട് മേഖലയിൽ ഡ്രോൺ വഴിയാണ് എന്താണ് ഫെർട്ടിലൈസറും ഈവൻ നെല്ല് വിതയ്ക്കണത് വരെയും ഡ്രോൺ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം പ്രിസിഷൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ആണ് ഇന്നത്തെ ഒരു തലമുറ മുന്നോട്ട് പോകുന്നത്. ഇപ്പം പല പല സ്റ്റാർട്ടപ്പുകൾ, ഇപ്പൊ ഫുഡ് ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് ആണെങ്കിലും തക്കാളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുപോലെ തന്നെ കുക്കുംബർ ആണെങ്കിൽ, അപ്പൊ അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ നിങ്ങൾ ഒരു ഇൻക്യുബേറ്റർ യൂണിറ്റിലേക്ക് സമീപിക്കുക. പല പല ഇൻക്യുബേറ്റർ യൂണിറ്റ് ഉണ്ട്. നെസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ CMFRI ICRന്റെ അണ്ടറിൽ വരുന്ന ബയോനെസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെയൊക്കെ എന്തോരം സ്റ്റാർട്ടപ്പുകളാണെന്ന് അറിയുന്നത്. ബയോനെസ്റ്റ് ഇൻക്യുബേറ്റേഴ്സ് കണ്ടോ? ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് ആണ്. അപ്പൊ ഇതൊക്കെ ഇൻക്യുബേറ്റേഴ്സ് ആണ്. ഇവിടെ നിന്ന് നർച്ചർ ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പല പല ഇൻക്യുബേറ്റർ സ്റ്റാർട്ടപ്പുകൾ ഇവരുടെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ഇവർ ഇൻഡിവിജ്വൽ ആവുന്നു. കണ്ടോ? കുറെ ഇൻക്യുബേറ്റർ സെന്റേഴ്സ് കാണാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കണ്ടോ? ഇഷ്ടംപോലെ IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെയാണ് ഇൻക്യുബേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഓരോന്നും ഉത്ഭവിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻക്യുബേഷൻ സ്പേസ് അവിടെ പോയി ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം നോക്കുക, കേരള അഗ്രികൾച്ചർ ഇപ്പം കേരളയിലാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവിടെ പോവുക. അല്ലെങ്കിൽ ഒരുപാട് ബയോനെസ്റ്റ് കളമശ്ശേരി ഉണ്ട്, അവിടെ പോവുക. അപ്പൊ അങ്ങനെ പല പല ഏരിയാസിൽ നമ്മൾ നമ്മുടെ എന്താ പറയാ അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ചെറുകിട വ്യവസായത്തെ മാക്സിമം നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കുക. അതിന് നിങ്ങൾ എക്സിബിഷനും എക്സ്പോയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം ഒരുപാട് ചാലഞ്ചസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷെ
നമ്മൾ അതിൽ ഒരു കുറെ ഇന്നോവേഷൻസ് യൂസ് ചെയ്യണം, കുറെ ടെക്നോളജി യൂസ് ചെയ്യണം, സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ആയിട്ട് അത് മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ ഇതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. പല എന്റർപ്രൈസസ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവുമായിരിക്കും, അല്ല, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. എന്തെല്ലാം രീതിയിലാണ് ഇതൊക്കെ ചെറിയ ചെറിയ സംരംഭം മാത്രമാണ്. ഇപ്പം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് കാണാം. സ്റ്റാർട്ടപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിനു മുമ്പ് നിങ്ങളുടെ മാർക്കറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഇപ്പൊ കുട്ടികൾക്ക് ഐഡിയ സബ്മിഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അതായത് അവരെ പോയി പ്രസന്റ് ചെയ്യുന്നു, ഒരു പ്രോട്ടോടൈപ്പ് പോയി അവിടെ പോയി പ്രസന്റ് ചെയ്യുന്നു. എങ്കിൽ മാത്രമേ ആ ഒരു ഇൻഡസ്ട്രി നമുക്ക് ഓക്കെ ആണ്, അവർ നമുക്ക് ഫണ്ട് തരത്തുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു നോവൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഇപ്പൊ ഞാനൊരു ചെറിയ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? അപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണിൽ എന്താ സംഭവം? കമ്മ്യൂണിറ്റി കിച്ചണിൽ എന്താണ് കണ്ടിരിക്കുന്നത്? കമ്മ്യൂണിറ്റി കിച്ചണിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു വലിയൊരു ശൃംഖലയാണത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഉച്ചക്കത്തെ ഭക്ഷണം അല്ലെങ്കിൽ രാത്രിയിലെ ഭക്ഷണം വരെ അവർ തരാൻ. അതുപോലെ നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതായത് അയൽക്കൂട്ടങ്ങള്, കുടുംബശ്രീ യൂണിറ്റുകൾ, അവരൊക്കെയാണ് ഇതിനെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. അപ്പൊ അത് അവിടെയും നമുക്ക് എന്താവശ്യം വരുന്നുണ്ട്? അഗ്രികൾച്ചർ വേണം, ഫുഡ് പ്രോഡക്ട്സ് വേണം, പിന്നെന്താണ്, ഒരു സപ്ലൈ ചെയിൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു വിജയകരമായ സംരംഭമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഫാമിൽ തന്നെ ഇപ്പൊ ഈ ഇടക്ക് ഒരു ഇത് വന്നതാണ്, മൃഗങ്ങളുടെ ശല്യം കാരണം പാടശേഖരത്തില് മൃഗങ്ങളുടെ ശല്യം കാരണം എന്ത് ചെയ്യാൻ പറ്റും? അത് മോണിറ്റർ ചെയ്യാനുള്ള ഡിവൈസസ് അവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലേ ഉള്ളൂ, സാധാരണക്കായ മനുഷ്യരുടെ കയ്യിലില്ല. അപ്പൊ അതിന് മോണിറ്റർ ചെയ്യാനുള്ള ഡിവൈസസ് വരെയും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് എഞ്ചിനീയറിംഗ് കോളേജസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, R&D ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ വഴി ഒരുപാട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കർഷകരുടെ കൈക്കുള്ളിൽ ഒരു ഇന്നോവേഷൻ, ഒരു ടെക്നോളജി, നമ്മുടെ മൊബൈൽ ആണെങ്കിലും മൊബൈലിൽ അതുണ്ടാവും. ആരാണ് നിങ്ങളുടെ ഫാമിൽ കയറിയിരിക്കുന്ന അൾട്രാസോണിക് ആയിട്ടുള്ള സിഗ്നൽസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. തെഫ്റ്റ് ആണെങ്കിൽ അതുവരെയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വിള എത്രമാത്രം നശിഞ്ഞു എന്നുള്ള ആ റേറ്റ് വരെ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര മണ്ണിൽ എത്ര വാട്ടറിന്റെ അംശമുണ്ട് എന്നുള്ളത് വരെ നിങ്ങളുടെ ഫോണിൽ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ടെക്നോളജി, അങ്ങനെയുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്, അങ്ങനെയുള്ള എന്റർപ്രൈസസ് ഇന്ന് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും അത്രമാത്രം വിലമതിപ്പുള്ളത് നിങ്ങൾക്കറിയാം. അത് എത്രമാത്രം നിങ്ങൾക്ക് ഔട്ട്സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യങ്ങൾ. അപ്പൊ അതിന്റെ ആ ചാലഞ്ചസ് നിങ്ങൾക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, അത് എങ്ങനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ആ ചാലഞ്ചസ് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഉള്ളതും ഗവൺമെന്റ് സ്കീംസ് ഉള്ളതും. അതുവഴി നമുക്ക് നമ്മുടെ സംരംഭം മുന്നോട്ട് കൊണ്ടുവരാനും അതുപോലെ തന്നെ നല്ലൊരു ഈൽഡ് റെഡിയാക്കി തരാനും പറ്റും. അപ്പം ഇതാണ് എൻ്റെ ടോപ്പിക്ക്, എനിക്ക് പറഞ്ഞു തരുന്ന ടോപ്പിക്ക്. എന്തെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് അഗ്രി ബിസിനസ് എന്റർപ്രൈസസ് നമ്മുടെ കേരളത്തിലുണ്ട്. അതില് ഒരു ഭാഗം നിങ്ങൾക്കും ആകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നെ കൊണ്ട് പറ്റാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു സോ മച്ച് എല്ലാവരും കേട്ടതിന്.